ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടായിരുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം തന്നെ തീരെ സമയമില്ല, ഫുൾ തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ തിരക്ക് പിടിച്ചൊരു ദിവസം, ഇപ്പം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ എണീറ്റു, പിന്നെ കുറച്ച് സമയം എണീറ്റിട്ട് ഒന്നും പണിയൊന്നും തുടങ്ങിയില്ല. എണീറ്റ് കുറച്ച് സമയം ഇരുന്നു. അതിന് ശേഷം എണീറ്റ്. എനിക്കിപ്പോൾ ഭയങ്കര കാലുവേദനയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് നടക്കാൻ പറ്റുകയില്ല. കാലുവേദന മീൻസ് മടമ്പ് വേദനയില്ലേ, അതുകൊണ്ട് കുറേ സമയം എണീറ്റ് ഇരുന്നിട്ട് വേണം പിന്നെ എണീറ്റ് നടക്കാൻ. അപ്പോൾ രാവിലെ നല്ല മഞ്ഞാണ്, കാണിച്ചേരെ. കണ്ട, ഭയങ്കര മഞ്ഞാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ മഞ്ഞിങ്ങനെ വെള്ളം മുറ്റുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ മടപ്പുരക്കിൽ തെയ്യലാവാനായി, തിരുവപ്പനയിലാവാനായി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇനി 8-ാം തീയതി 7-8 കേട്ടോ നമ്മളെ മടപ്പുരക്കിൽ തെയ്യം. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. അമ്മമ്മ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് പിന്നെ വീണ്ടും പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് അരി ഇന്നലെ പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇറക്കണം, ദോശ ഇടണം. പിന്നെ ഇന്ന് നമ്മുടെ നന്ദുവിൻ്റെ ക്ലാസ്സിൽ പിന്നെ എന്താണ് അവർക്ക് സദ്യ ഉണ്ട് കേട്ടോ. അവർക്ക് ഊണിൻ്റെ മേളം എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിന്ന് ക്ലാസ്സിൽ ഒരു സദ്യ പിന്നെ സദ്യ ആക്കുന്നുണ്ട് പറഞ്ഞാൽ കറികളെല്ലാം എല്ലാ കുട്ടികളും കൊണ്ടുപോയിട്ട് പിന്നെ അവരൊരു ചെറിയ പരിപാടി ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചടിയാണ് കേട്ടോ ആക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം പച്ചടി ആക്കണം. അങ്ങനെ കുറച്ച് പണികളെല്ലാം ഉണ്ട്. അപ്പം പറ്റുന്നത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പിന്നെ വേറെ എന്താ, ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇപ്പം വീഡിയോ ഇടാത്തതിന്. കമൻ്റായിട്ടല്ല, നമ്മളെ അറിയുന്നവർ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ ഇടാത്തതെന്ന്. പക്ഷേ ഇതുതന്നെയാണ് കേട്ടോ, തിരക്ക് തന്നെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഏട്ടൻ വന്ന സമയത്തുള്ള വീഡിയോസ് ഇനിയും എൻ്റെ പിന്നെ ഫോണിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ആരോ ചോദിച്ചു, പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും അതിനെക്കൊണ്ട് ഗുണമുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു മെമ്മറി അല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കത് എടുത്തിട്ട് വീണ്ടും കാണാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ. എന്നാലും നമുക്ക് ഇടയ്ക്ക് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ നമുക്ക് 2 വർഷം മുന്നേൽ വീഡിയോ ഇപ്പോൾ എടുത്ത് കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ ഒരു മെമ്മറിയും കൂടിയല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നെല്ലാം ഉണ്ട്, പക്ഷെ എങ്ങനെ നടക്കുന്നില്ല തിരക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും പരമാവധി ശ്രമിക്കുക. അപ്പോൾ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ എണീറ്റ പാടന്നെ ഒരു ഗ്ലാസ് ജീരക വെള്ളം. ഇപ്പോൾ ഡയറ്റ് ഉണ്ട് കേട്ടോ, ജിമ്മിൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ജീരക വെള്ളം ചൂടുവെള്ളം എന്തെങ്കിലും കുടിക്കുക. പിന്നെ രാവിലെ ഓട്സാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പക്ഷേ എൻ്റെ ഓട്സ് തീർന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ദോശ കഴിക്കും. അങ്ങനെ എന്തെല്ലാം കഴിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർ തന്ന ആ ഡയറ്റ് അതേപോലെയൊന്നും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയെല്ലാം കേട്ടോ ഫോളോ ചെയ്യുന്നത്. തന്ന ഡയറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉച്ചക്ക് ചിക്കൻ അങ്ങനെയെല്ലാം കഴിക്കാനുണ്ട്. പക്ഷേ അങ്ങനെ ചിക്കനൊന്നും കഴിക്കുകയില്ല. പിന്നെ 4 മണിക്ക് 4 മുട്ട അങ്ങനെയെല്ലാം ഉണ്ട്, അതും ഞാൻ കഴിക്കുകയില്ല. ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഡയറ്റ് ചെയ്യുന്നത്. അവർ തന്നതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, എന്നാലും ഡയറ്റ് എന്ന് പറയാം. അപ്പോൾ വെള്ളം കുടിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഫസ്റ്റ് നമ്മൾ കട്ടൻ ചായ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുക. ഞാൻ കുടിക്കില്ലെങ്കിലും പിന്നെ കട്ടൻ ചായ എണീറ്റപ്പാട് അവിടെ വെച്ച് വെക്കും. ഇപ്പോൾ പിന്നെ അമ്മമ്മ ഇല്ലതുകൊണ്ട് അമ്മമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ അമ്മമ്മയാണ് കട്ടൻ ചായ വെക്കൽ. അമ്മമ്മ ഇപ്പോൾ എനിക്കൊന്ന് ഒരു 1.5 മാസമായി ഞാൻ ഇടത്തേക്ക് കൂട്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമാണ് കേട്ടോ. ഞാനിപ്പം രാവിലെ ഒരു 9:15 ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഉച്ച 2 മണി
അങ്ങനെയല്ല. എന്നിട്ട് എത്തുക, ജിമ്മിന് പോയി, ജിമ്മ് കഴിഞ്ഞ് ലൈബ്രറി ബുക്സ് കൊണ്ട് കൊടുക്കാൻ പോയി. അങ്ങനെ ഞാനൊരു ഉച്ച 2 മണി 2:30 ആവലുണ്ട് ചില സമയത്ത് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ അമ്മമ്മ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് വാതിലെല്ലാം പൂട്ടാണ്ട് വേഗം കിഞ്ഞ് പായാനാവുന്നുണ്ട്. അതുപോലെ ചോറും കറിയാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ അമ്മമ്മ പിന്നെ എന്തെങ്കിലും വറവിൻ്റെ സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വറവാക്കി വെക്കും. ഞാൻ അലക്കിയിട്ട് വെച്ചിട്ട് പോയ അമ്മമ്മ തുണിയെല്ലാം ഉണക്കി മടക്കി വെക്കും. അങ്ങനെ അമ്മമ്മേനെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ എനിക്ക് ചെയ്തു തരും കേട്ടോ. പിന്നെ നമ്മളെ ദേവൂട്ടീനായാലും കുറേ നാൾ മുണ്ടിയായിട്ട് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിട്ടില്ല. ഇപ്പം ചുമയായിട്ട് കുറേ ദിവസം വിട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം വീട്ടിലൊരാളില്ലാണ്ട് നല്ലതല്ലേ. അപ്പുറത്തെ അമ്മയും അടുത്തമ്മയും എല്ലാവരും ഉണ്ട്. എന്നാലും നമ്മളെ വീട്ടിൽ നമുക്ക് പൂട്ടാണ്ട് പോകുമ്പോൾ പിന്നെ അതൊരു സമാധാനം. ഇല്ലെങ്കിൽ നമ്മൾ വാതിലെല്ലാം പൂട്ടി കെട്ടിയാക്കിയിട്ട് വേണ്ട പോകാൻ. അതുകൊണ്ട് അമ്മമ്മ ഇടിയില്ലോണ്ട് ഒരുപാട് സമാധാനമാണ്. ഇനിയിപ്പോൾ അമ്മമ്മക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ പയ്യന്നൂരേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല, 2-ാം തീയതി കാണിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ കാണിക്കാൻ പോകണം. അതുപോലെ എനക്കും പോകണം എന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പയ്യന്നൂർ അമ്പലത്തിൽ ആരാധന തുടങ്ങിയില്ലേ. അപ്പോൾ എല്ലാ കൊല്ലം എങ്ങനെയെങ്കിലും ഒന്ന് പോലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ഈ ശനിയാഴ്ച ആരാധന തീരുകയും ചെയ്യും. പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. ഭയങ്കര തിരക്കാണെന്നതുപോലെ വീട്ടിൽ വിളിച്ച സമയത്ത് പറയുന്നുണ്ടായിന്. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്കൊരു ദിവസം പോവാം. പോയിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അരി ഞാനിത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ലോണം കഴുകിയെടുക്കുക. പൊടിയും കാര്യങ്ങളും കുത്തനും എല്ലാം ഉണ്ട് കിട്ടാകണ്ട. അപ്പോൾ നല്ലോണം ഒരു 3-4 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിൽ കുറച്ച് ചോറും പിന്നെ ഉള്ളിയെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ അരക്കുക. അതെല്ലാം ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം എന്തായാലും ഞാൻ അരി അരച്ചെടുക്കട്ടെ. ദോശക്കില്ല അരിയെല്ലാം അവിടെ അരച്ച് മാറ്റി വെച്ചു. എന്നിട്ടാകുമ്പോൾ ഞാനിതാ പച്ചടിക്കില്ല കുമ്പളങ്ങ മുറിക്കാൻ പോവാണ്. അപ്പോൾ തലേ ദിവസം തന്നെ എനിക്ക് പ്രതിയായിട്ടും കുമ്പളങ്ങയെല്ലാം വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിന്. അങ്ങനെ അത് ഞാൻ വേഗം കട്ട് ചെയ്തു, ചെറിയ ചെറിയ പീസാക്കി തോല് കളഞ്ഞ് വെച്ചേ. എന്നിട്ടാകുമ്പോൾ അത് നല്ലോണം കഴുകിയിട്ടാണ് പിന്നെ ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ ചെറുതായി മുറിച്ച് പച്ചമുളക് ഇട്ടാടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം ദോശ ഇടാൻ നോക്കിയിട്ടാ, പ്രതിയാടിന് കഴിക്കണ്ടേ. അപ്പോൾ 2 തിന്നൂലു. അതുകൊണ്ട് ആ 2 ദോശ വേഗം ചുട്ട് വെച്ചിട്ട് പിന്നെ പച്ചടി ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ദോശയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അതിൻ്റെ ഇടയിൽ ഇത് പച്ചടിയുടെ കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പച്ചമുളക് എടുത്തിട്ടില്ല, കുഞ്ഞു മക്കൾക്ക് കൂട്ടേണ്ടതല്ലേ. അപ്പോൾ എരിവ് അധികമായെങ്കിൽ വിഷമല്ലേ. അപ്പോൾ ഇതിന് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കും. അപ്പോൾ നന്ദു എണീറ്റ് പല്ലി വെക്കുന്നുണ്ട് കേട്ടോ. നന്ദു കുറച്ചേരം നന്ദു എണീറ്റിട്ട് എന്നെ കുറച്ച് ഹെൽപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ ഇല മുറിച്ച് കൊടുത്തത് അതെല്ലാം കഴുകി വെച്ചോള്. സ്കൂളിലേക്ക് സദ്യ കഴിക്കാൻ ഇല കൊണ്ട് പോകണമല്ലോ. അങ്ങനെ ഇലയെല്ലാം 3-4 എടുത്ത് എക്സ്ട്രാ എടുത്തിന് കേട്ടോ, ആയിരിക്കെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കാമല്ലോ. നമ്മളെ ദേവൂട്ടി എണീറ്റിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഇല്ല, ഗുഡ് മോർണിംഗ് പറയില്ല കേട്ടാ. സ്കൂളിൽ പോകണ്ടേ? എന്തേ ദേവുവിന് ചുമയാണ് കേട്ടോ. ഇന്നലെ രാത്രിയെല്ലാം ഭയങ്കര ചുമയായിരുന്നു. അതുകൊണ്ട് ഇന്നും കൂടെ വിടണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്കൂളിൽ മരുന്നെല്ലാം കൊടുക്കാനുണ്ട്. അന്നേരം പിന്നെ സ്കൂളിൽ വിട്ട വിഷമല്ലേ. ഒന്നാമത് ദേവുവിൻ്റെ തല കണ്ട മുടി ഭയങ്കരമായിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ അവർ കുട്ടികളെ മുടി മുറിക്കൂലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മുറിക്കണമെങ്കിൽ തളിപ്പറമ്പിൽ ഇല്ലെങ്കിൽ പിന്നെ പയ്യന്നൂർ പോകുമ്പോഴാണ് ഞാൻ മുറിക്കൽ. ഇനിയിപ്പോൾ മിക്കവാറും സാധാ ആണുങ്ങളെ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുറിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അതാ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ചുരുളിയാവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ദേവിൻ്റെ മുടി. പോയി പല്ലിയേക്ക് കേട്ടാ. നമ്മൾ കറിയാക്കട്ടെ ചേച്ചിക്ക് വേഗം. പോയി പല്ലിയേക്ക് പോ പല്ലിയേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പച്ചടീൻ്റെ കഷ്ണം വേഗം വേവിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്മമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. സാധാരണ എന്നെക്കാട്ടി മുന്നേ അമ്മമ്മ എണീറ്റിട്ട് കട്ടൻ ചായ എല്ലാം വെച്ച് വെക്കും കേട്ടോ ഞാൻ എണീക്കുമ്പോൾക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ തലേ ദിവസം എന്തോ കുറച്ച് കഴിയുന്നുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എണീറ്റ് ഇതാ ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞു. രാവിലെ അങ്ങനെ തീയെല്ലാം പറ്റിച്ച് അമ്മമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പ്രതിയേട്ടൻ ചായ കുടി കഴിഞ്ഞിട്ട് ഇതാ തിരക്കിട്ട് പണിക്ക് പോകാൻ വേണ്ടി നോക്കുവാന്ന് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ദൂരം പോകണം പണിക്ക്. അങ്ങനെ ദോശയെല്ലാം തിന്നിട്ട് ഇതാ പ്രതിയേട്ടൻ പോവുമെന്ന്.
സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ പോവുക. അപ്പം മക്കൾ രണ്ടാളും ഇങ്ങനെ റേത്ത് നോക്കിയിരിക്കുന്നുണ്ട്. നന്ദു ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എപ്പോഴും കുളി കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ, പക്ഷേ ഇന്ന് ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബേക്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നത് കണ്ട ആ ഒരു മറ കെട്ടിയിട്ടുള്ളത് അതെൻ്റെ ചീരയാണ് കേട്ടോ, ചീര വാളിയതാണ്. അങ്ങനെ പ്രതിയായിട്ടും പോയി. അപ്പോഴത്തേക്ക് നമ്മളെ കഷ്ണമില്ലേ, കുമ്പളങ്ങ കഷ്ണം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ചൂടോടുകൂടി ഞാനത് ഉടച്ചെടുക്കുവാണേ. ഞാൻ ഇതിൽ വേവിക്കുമ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൽ കണ്ട അങ്ങനെ വെള്ളമൊന്നും കാണുന്നില്ല. നമ്മൾ ആ കുമ്പളങ്ങ കഷ്ണം കഴുകിയ വെള്ളം മാത്രം തന്നെ മതി. കഴുകിയത് പറഞ്ഞാൽ നമ്മൾ കഴുകി വാരി എടുക്കുമല്ലോ, അപ്പം വേവുമ്പം ആ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം തന്നാലെ വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനിതാ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ അത് തണിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കാൻ പോവാണ്. അതിന് ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പച്ചമുളകും പിന്നെ നല്ല തൈരുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് കുറച്ച് അരച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കടുകും കൂടെ അതിലേക്ക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചെടുക്കും കേട്ടോ. നല്ലോണം അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ. അങ്ങനെ ഞാനിതാ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അതിലേക്ക് നല്ല കട്ട തൈര്, ഇത് നല്ല പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇതാണ് ശരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം നമുക്ക് നല്ല പാകത്തിനുള്ള പുളിയായിരിക്കും, പക്ഷെ ഉച്ചക്കത്തേക്ക് കുറച്ചും കൂടെ നല്ലോണം പുളി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തത്. അപ്പോൾ തൈരെല്ലാം ഇട്ടിട്ട് ഒരു പ്രാവശ്യം അരച്ചു. എന്നിട്ടാകുമ്പോൾ ഇതാ വീണ്ടും കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഈ കുക്കറിൽ നമ്മളെ കഷ്ണങ്ങൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ദേവൂട്ടി നമ്മളെ അത് ഉടക്കാൻ സഹായിക്കുന്നുണ്ട്. ഞാനെന്നിട്ട് അവളോട് പറയാന്ന് കണ്ണിലും മൂക്കിലൊന്നും തെറിക്കണ്ട, മോള് മാറി നിൽക്കുകയെന്ന്. അതിൻ്റെ അകത്ത് നമ്മൾ പറങ്കി വിട്ടതല്ലേ, അപ്പോൾ തെറിച്ച് കഴിഞ്ഞാൽ കണ്ണ് വല്ലാണ്ട് പുകയും. അപ്പോൾ കണ്ട ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയെല്ലാം ഇല്ലേന്ന് നോക്കണം. കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പം പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തു. അതിലിടക്ക് കറുപ്പ് കളർ കാണുന്നുണ്ട്, നമ്മളെ കടുകാണ്. കടുക് ചതച്ചിട്ടാൽ അതാണ് പച്ചടീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പച്ചക്കടുക് ചതച്ചിടണതിൽ അന്നേരമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തായാലും നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകെല്ലാം കൂടെ വറുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, നല്ല അടിപൊളി പച്ചടിയായിരുന്നു. അന്നേരം കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തേക്ക് കുറച്ചധികം പുളി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പച്ചടിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ നന്ദു റെഡി ആയിട്ടുണ്ട്. നന്ദുവിൻ്റെ മുടിയെല്ലാം ഞാൻ കെട്ടിക്കൊടുത്തു. എൻ്റെ ചായ കൂടി അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മുഖത്ത് പൗഡറൊന്നും അല്ല കേട്ടോ ഇടുന്നു. ഞാനിപ്പോൾ പോൺസിൻ്റെ ഒരു ക്രീം തേക്കലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വെയിലത്ത് നടക്കാൻ പോകുന്നതല്ലേ, പിന്നെ ബുക്കും കൊണ്ട് ഒരുപാട് വെയിലത്ത് നടക്കില്ല. അപ്പം മുഖം എനിക്ക് ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിപ്പോന്ന്. അല്ലാണ്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ മുഖത്ത് ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും തേക്കലുണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പക്ഷേ എനിക്ക് ആ ക്രീം തേക്കുമ്പോൾ മുഖത്തൊരു എന്തൊരു ഫീലിങ്, വെയിൽ കൊള്ളുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പോൺസിൻ്റെ ഒരു ക്രീം, ചെറിയൊരു 50 റുപ്യേൻ്റെ എങ്ങാനും ഒരു ക്രീം ഉണ്ട് കേട്ടോ, അത് ഞാൻ തേക്കലുണ്ട്. അങ്ങനെ ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ റെഡിയായി ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. ഒരു ദോശ ഇങ്ങനെ ഓരോ പണി ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ തിന്നിട്ടുണ്ടായിന് 2 ദോശ. അപ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതാ നന്ദു റെഡിയായി. ഇനി ഇവരെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോലെ. പക്ഷെ ദേവൂട്ടിക്ക് ചുമയായതുകൊണ്ട് തന്നെ ദേവൂട്ടിനെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല. അതുകൊണ്ട് നന്ദു ഞാനും പോവാൻ നോക്കുവാന്ന് കേട്ടോ. ദേവൂട്ടി അമ്മമ്മേൻ്റെ അടുത്തേക്കും അല്ലേ? അതെ, പിന്നെ ഏട്ടത്തമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മമ്മയും അപ്പുറത്തെ അമ്മയും ഉണ്ട്. അവരുടെ അടുത്ത് ദേവൂട്ടി നിന്നോളൂ. ദേവിന് മരുന്നെല്ലാം കൊടുത്തു രാവിലെ തന്നെ. ഇനിയിപ്പം ഉച്ചക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. സാരമില്ല. നന്ദുവിൻ്റെ കൈ നേരത്തെ ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് കാണിച്ചു തരുന്ന ഞാൻ. അത് കുറച്ച് നാളത്തേക്കാണ് ഇങ്ങനെ ഇതാവുക. ഓക്കെ, അപ്പം എന്തായാലും എല്ലാം എടുത്തു വെച്ചില്ലേ, നന്ദുവിന് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചു. പിന്നെ ബാ ഞാനും എൻ്റെ ബാഗെല്ലാം റെഡിയാക്കി. എനിക്ക് ജിമ്മ് കഴിഞ്ഞിട്ട് വേണം ബുക്കും കൊണ്ട് പോകാൻ. അപ്പോൾ ഇതാ നന്ദുവിൻ്റെ സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇലയാണ് കേട്ടോ, ഇലയും ബാക്കി കറിയും പാത്രവും സ്പൂണെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പ്ലേറ്റ് എടുത്ത് വെക്കണ്ടായിരുന്നു, പ്ലേറ്റ് എടുത്ത് വെച്ചില്ല ബാഗിൽ. വേണ്ട, ഇന്ന് ഇലയിലൊക്കെ ചോറിനോ? പ്ലേറ്റ് വേണ്ട, എപ്പോഴും എടുത്ത് വെക്കുന്നാലും പ്ലേറ്റും കുപ്പിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവും. കുപ്പി വേണം, വെള്ളം വേണ്ടേ?
ഇത് എൻ്റെ ചൂടുവെള്ളം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുവെള്ളമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വേർത്താവുമ്പോൾ നല്ല ചൂടുവെള്ളം കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സും ഷൂവും വെള്ളവും എല്ലാം ഞാനും പാക്ക് ചെയ്തു. പുതിയ ചെരുപ്പ്, നന്ദുവിൻ്റെ പുതിയ ചെരുപ്പായിരുന്നു. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നായി കടിച്ച് പറിച്ചു. എന്നിട്ട് നന്ദു കുറച്ച് ദിവസം അതന്നെ ഇട്ടിട്ട് പോയിന് കേട്ടോ. അപ്പോൾ ഇപ്പം അത് ഇടാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ നന്ദുവിന് പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. അല്ല ദേവുട്ടി? ആ ഞാൻ കുടിച്ചു, തിന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ. ഒരു 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ അടുത്ത് തന്നെയാണ്, നമുക്കൊരു 5 മിനിറ്റ് മതി. അതാകുമ്പം ഇവരെ സ്കൂളിലാക്കിയിട്ടാകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ജിമ്മ്. 9:30 ആകുമ്പോഴാണ് നമ്മൾ ജിമ്മിൽ പോവുക. അങ്ങനെ ദേവൂട്ടിയോട് പറഞ്ഞിട്ട് ഇത് ഇറങ്ങുക. എനിക്ക് നല്ല കാലുവേദന ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങുമെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് കാല്. എന്നാലും ഞാൻ അതുകൊണ്ട് അടങ്ങിയിരിക്കൊന്നുമില്ല കേട്ടോ. ജിമ്മിലും പോവും, പുസ്തകം കൊണ്ടും പോവും. പക്ഷേ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ പ്രശ്നമില്ല. എവിടെയെങ്കിലും കുറേ സമയം ഇരുന്നിട്ടും കിടന്നിട്ടും എല്ലാം എണീറ്റ് കഴിയുമ്പോഴാണ് പിന്നെ ഈ കാല് ഭയങ്കര വേദന. അപ്പോൾ ദേവൂട്ടിക്ക് രാവിലെ തന്നെ ഒരു കോലുമുട്ടായി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോലുമുട്ടായിയും ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ടായിന്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് ദേവൂട്ടി എന്നെ പോകാൻ സമ്മതിക്കൂല. ഭയങ്കര വാശിയാണ്, സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് പിന്നെ അതെല്ലാം കൊടുത്തവിടെ സോപ്പിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നന്ദുവിൻ്റെ ചെരുപ്പ് കേട്ടോ. നന്ദു എൻ്റെ ചെരുപ്പ് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വൈര്യം തന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ചെരുപ്പ് ഇതാണ്, ഓക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിന്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വന്നതാണ്. മറ്റേ കെട്ടുന്ന ചെരുപ്പാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നേരം ഓള് പറഞ്ഞു ഒക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെയും കൂട്ടി വൈകുന്നേരം വീണ്ടും പോയിട്ട് വാങ്ങിയ ചെരുപ്പാണിത്. പക്ഷേ ഇപ്പോൾ ഒക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് ഈ കാലിൻ്റെ വേർപ്പാകുമ്പം നല്ലോണം വഴുക്കുന്ന ടൈപ്പിലെ ഒരു ചെരുപ്പാണ് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നന്ദു തിരിച്ചോടിയത് എന്തിനാന്നാ, നന്ദു കൊണ്ടുപോകാൻ വെച്ച കറിയില്ലേ അതെടുക്കാൻ നമ്മൾ മറന്നുപോയി. എന്നിട്ട് ഇപ്പുറം നമ്മളെ തറവാട്ട് വീടിൻ്റെ ഇപ്പുറത്ത് എത്തിയാലാണ് ആ കറി എടുക്കാൻ ഓർമ്മ വന്നിട്ട് വീണ്ടും തിരിച്ചോടിയത്. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് നമ്മളെ ഗൗരിയും ഉണ്ണിക്കുട്ടനും നമ്മളപ്പുറം വന്നിട്ടുണ്ട്. വഴിയിൽ നിന്ന് അവരെ കണ്ടു കേട്ടോ. നമ്മൾ കണ്ടത്തിലേ വരുമ്പോൾ അവരിപ്പുറത്തേക്ക് കൂടി വന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം ഞാൻ ഗൗരിയോട് പറയാന്ന്, കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ നടക്കുന്നുണ്ട്. ദേവുവിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ അവർ മൂന്നാളും കൂടെ മുന്നിലങ്ങ് നടന്നുപോയി. നമുക്ക് വൈക്കുന്ന നമ്മളൊന്നിച്ച് ചേരുന്നൊരു സുമതിയേച്ചിയുണ്ട്. സുമതിയേച്ചിനെയും കാത്തിട്ട് നമ്മൾ നിന്നു. അങ്ങനെ ജിമ്മിലെത്തി, ഡ്രസ്സെല്ലാം മാറി നമ്മളാണ് കേട്ടോ ഫസ്റ്റ് എത്തുക. അതിന് മുന്നേ വരെ പിന്നെ ബോയ്സ് എല്ലാം ഉണ്ടാവും. പിന്നെ ഗേൾസ് ഓൺലി ടൈം 9:30 മുതലാണ്. അപ്പോൾ നമ്മളാണ് ആദ്യം എത്തുക. അങ്ങനെ നമ്മളെത്തി, പിന്നെ ഡ്രസ്സെല്ലാം ചെയ്ത് പിന്നെ വേഗം വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേ. വാമപ്പ് ചെയ്ത് പിന്നെ ഓരോരാളെ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ ഡേ ആണല്ലോ. ലെഗ് ഡേ, ചെസ്റ്റ് ഡേ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഡേ അല്ലേ. അങ്ങനെ ഓരോരാളതും ചെയ്യും. അപ്പം ഞാനൊന്ന് നിങ്ങൾക്ക് കറങ്ങിയടിച്ച് നമ്മളെ ജിമ്മ് കാണിച്ചു തരുവാന്ന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ആരെയും കാണിച്ചു തരാത്തത് കേട്ടോ. നമ്മളെ ജിമ്മിൽ വരുന്ന ആരെയും അങ്ങനെ കൂടുതൽ കാണിച്ചു തരാത്തത്. അങ്ങനെ ആ ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞാനിതാ സൈക്കിളിൽ കയറി അവിടെ ഇരുന്ന് ചവിട്ടുന്നുണ്ട്. കണ്ണാടിയിലേ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ സൈക്കിളിൽ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൈക്കിളും പിന്നെ ത്രെഡ്മില്ലും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ അതിന് മുന്നേ എപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാ ജിമ്മിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പിയിലേക്കൂടി ഒരാൾ പോവും, ഓളാണ് കേട്ടോ നമ്മളെ ട്രെയിനർ അതുല്യ. ഇപ്പം എൻ്റെ ബാക്കിലെ ഫോൺ അതാണ് അതുല്യ. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ അവളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ ട്രെയിനർ, നമ്മളെ നാട്ടിൽ തന്നെയാണ്. അങ്ങനെ ജിമ്മെല്ലാം കഴിഞ്ഞു. ഞാനിനി ബുക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ഏട്ടമ്മ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ. നടന്ന് പോയി കുറച്ച് വീട്ടിലെല്ലാം ബുക്ക് കൊടുക്കാനുണ്ട്. കൊടുത്തിട്ട് വരാം. ബുക്കും കൂടി കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ജിമ്മിൽ നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആകെ ക്ഷീണിക്കും. അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊന്നും ഇല്ലാണ്ടല്ലേ ഞാൻ ഈ ബുക്കും കൊണ്ട് ഈ വെയിറ്റും എടുത്ത് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് ആകെ ക്ഷീണം പിടിച്ച് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞാനിതൊരു എളുപ്പ വഴിയിലേക്ക് കൂടിയെല്ലാം കയറി വരുവാണ്. റോട്ടിലേ വരാണ്ട് ഞാൻ തോടെല്ലാം കടന്നിട്ട് പോവുകയാണ്. സാധാരണ ഞാനിങ്ങനെ ഒറ്റക്കൊന്നും തോട് കടന്ന് പോലില്ല. പക്ഷെ അന്നത്തെ ക്ഷീണവും എൻ്റെ കാലിൻ്റെ വേദനയെല്ലാം കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ തോട്ടിലേക്ക് ഇനിയിപ്പോൾ പച്ചക്കറി നടുന്ന സീസണായില്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം നല്ല വൃത്തിയാക്കി വഴക്കിയിട്ടുണ്ടായിനെ. അതുകൊണ്ട് ആ വഴിയിലേക്കൂടെ പോകാൻ നല്ല സുഖമുണ്ടായിന്. അങ്ങനെ തോട്ടിൽ വെള്ളമെല്ലാം കുറവാണ് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, എന്നാലും എനിക്കൊരു പേടി. എൻ്റെ കാലിന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇറങ്ങുമ്പോൾ എങ്ങാനും ഇങ്ങനെ സ്ലിപ്പായി പോയാൽ തീർന്നില്ലേ. അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ ഞാൻ തോടെല്ലാം കടന്ന് ഇതാ വീട്ടിലേക്ക് പോവുകയാണ്.
പിന്നെ ദേവൂട്ടിൻ്റെ സൗണ്ട് പുറത്തുനിന്ന് തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിന്. അപ്പോൾ ഏറെ തന്നെയും കാത്ത് ദേവൂട്ടി നിൽക്കുന്നുണ്ട്. കണ്ട എനക്കാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ക്ഷീണം പിടിച്ചിന്. നല്ല വെയിലും അല്ലേ, അതാ ഒന്നാമത് ക്ഷീണത്തിന് കാരണം. ഭയങ്കര വെയിലായിരുന്നു, ഞാൻ കുടയൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ഓരോ വീട്ടിൽ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് എൻ്റെ പണി ഒരുങ്ങും. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എൻ്റെ ചീരക്കളം. ചീരയെല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടി അമ്മമ്മയുടെ അറിയെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടി വി വെച്ചെടുത്തിട്ടാണ് പോയിനി, പക്ഷെ അത് കുറച്ച് നേരം ദേവൂട്ടി ഓഫാക്കി പോലും. അതുകൊണ്ട് അമ്മമ്മയും മോളും കൂടെ ഇങ്ങനെ പുറത്തിരിക്കുവാണ്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷമില്ലേ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ ദേവൂട്ടി. അമ്മ മുട്ടായി കൊണ്ടുവന്നിനോ, അമ്മ അത് കൊണ്ടുവന്നിനോ, ഇത് കൊണ്ടുവന്നിനോ എന്നുള്ള ചോദ്യങ്ങളാണ് പിന്നെ ദേവൂട്ടിക്ക്. എവിടെ പോയിട്ട് വരുമ്പോൾ ഓള് മുട്ടായി കൊണ്ടുവന്നിനോ അമ്മേ, ബിസ്ക്കറ്റ് കൊണ്ടുവന്നിനോ അമ്മേ, അതാണ് കേട്ടോ ചോദ്യം. അങ്ങനെ എന്തായാലും പിന്നെ കുറച്ച് സമയം ദേവൂട്ടിനെ കൊഞ്ചിച്ചു. അമ്മമ്മ എന്നോട് ദേവൂട്ടിൻ്റെ വിഷയങ്ങൾ പറയാന്ന് കേട്ടാ. ഓളിങ്ങനെ അമ്മമ്മയോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തരുവാണ്. അങ്ങനെ ഒന്ന് വീട്ടിൽ കയറി ബാഗെല്ലാം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് പോവാണ്. ഏട്ടമ്മേൻ്റെ വീട്ടിൽ ഏട്ടമ്മേരെ അമ്മമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. പിന്നെ അവിടുന്നിതാ ദേവൂട്ടിക്കും എനക്കും ഏട്ടമ്മ പഴമെല്ലാം തന്നു. ദേവൂട്ടി തിന്നിട്ടുണ്ടായിട്ടില്ല, എല്ലാം കൂടെ എന്നെ തീറ്റിക്കും ചെയ്ത് കേട്ടാ. പിന്നെ ചെറുപഴമല്ലേ നല്ലല്ലേ എന്ന് വെച്ചിട്ട് ഞാനും തിന്നു. ജിമ്മിനും എല്ലാം പോയി വന്ന് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും 11 മണിക്ക് ഫുഡ് കഴിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ 11:30 12 മണിയാവും. പിന്നെ നേരെ ബുക്കും കൊണ്ടെല്ലാം പോയിട്ടല്ലേ വരുമല്ലോ. അങ്ങനെ കുറേ സമയം അവിടെ വർത്താനെല്ലാം പറഞ്ഞിരുന്ന് പിന്നെ വീട്ടിൽ വന്ന് ചോറെല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് ദേവൂട്ടി ഇത് എൻ്റെ കാലുമ്മ കിടന്ന് ഉറങ്ങുവാനെ. ഞാൻ കട്ടുമ്മ കിടന്നിട്ടായത്. അപ്പോൾ ദേവൂട്ടി ഇങ്ങനെ തൊട്ടിലാടുന്ന പോലെ എൻ്റെ കാലുമ്മൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒക്കെ ഒന്നിക്കലും എൻ്റെ മേത്തോ ഇല്ലെങ്കിൽ എൻ്റെ കൈമ്മലോ എവിടെയും കിടന്നാലേ ഒക്കെ എപ്പോഴും ഉറക്കം വരുള്ളൂ. പിന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ജലദോഷവും ചുമയും ആയതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നല്ല ഇങ്ങനെ ആട്ടി ഉറക്കി കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. രാത്രിയെല്ലാം ചുമയായിട്ട് തീരെ ഉറങ്ങലില്ല. ഇപ്പം ഭയങ്കരമായിട്ട് ചുമ, ഓളും ഉറങ്ങയില്ല ഞാനും ഉറങ്ങയില്ല. അതാണ് ഇപ്പോൾ രാത്രിക്കത്തെ അവസ്ഥ. എന്തായാലും പാവയിത ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ണുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. വ്ളോഗ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് വന്നിട്ട് പിന്നെ വേഗം ഫുഡ് കഴിച്ചു. എന്നെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ല, എൻ്റെ കണ്ണ് മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ. ലൈറ്റ് ഇടണമെങ്കിൽ ദൈവം എൻ്റെ മേത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ദേവൂട്ടി കുറച്ച് കഞ്ഞിയാക്കിയിട്ടാണ് കേട്ടോ കുടിച്ചിന്. പിന്നെ രാവിലത്തെ പച്ചടിയും പിന്നെ എന്താ ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടായതിന്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. അമ്മമ്മ ടി വി കാണുന്നുണ്ട്. ഞാനപ്പോൾ ഇവളെ ഉറക്കാൻ വേണ്ടിയിട്ട് മരുന്നും കൊടുത്തിട്ട് ഇവിടെ വന്ന് കിടന്നെയാണ്. അപ്പോൾ ഇവക്ക് ഒന്നുകിൽ എൻ്റെ മേത്ത് തന്നെ കയറി കിടന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തല വെച്ചിട്ട് അങ്ങനെ ഉറങ്ങണം. അപ്പോൾ ഇപ്പം ഇതാ ഇങ്ങനെ എൻ്റെ മേത്ത് കയറി കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇനി മല്ലി എടുത്തിട്ട് താഴെ കിടത്തണം. സമയം ഏകദേശം ഒരു 2 എത്രയായി കേട്ടോ. 3 മണിയായി. 3 മണിയായി. ഇനിയിപ്പോൾ ഒരു 3:45 4 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂഷൻ കുട്ടികൾ വരും. അതുവരെ എനിക്ക് റെസ്റ്റ് ടൈമാണ് കേട്ടോ. എൻ്റെ കാല് ഭയങ്കര വേദനയുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റും കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ല. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് അടുത്ത ആഴ്ച കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിനി. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ കാലിന് ഇതുപോലെ പ്രശ്നം വരുന്നതാണ് പറയുന്നത് കേട്ടത്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഇനി ഒരു 1/2 മണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്ക് ട്യൂഷൻ പിള്ളേർ വരും. റെസ്റ്റ് എടുക്കലെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. പക്ഷേ 2 ദിവസം മുന്നേ എനിക്ക് ഈ കാലിൻ്റെ വേദന അതുപോലെ ചെവിയുടെ വേദന എല്ലാം കൂടിയായിട്ട് ആകെ ക്ഷീണം പിടിച്ചു. ജിമ്മിലും എല്ലാം പോയി മൊത്തം ക്ഷീണിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ ദേവൂട്ടിനെ ഉറക്കിയിട്ട് കിടന്നിട്ട് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. ലാസ്റ്റ് നന്ദ് സ്കൂളിൽ നിന്ന് വന്നേരാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എണീറ്റത്. അപ്പോൾ അന്ന് ആ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിന്. ഇന്ന് ഞാൻ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയ്യ. അപ്പോൾ എന്തായാലും ഇനി പിന്നെ കാണാം. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നു. 4 മണിയാകുമ്പോഴത്തേക്ക് ഇതാ നമ്മളെ പിള്ളേർ സെറ്റ് എത്തിയിട്ടുണ്ട് ട്യൂഷന് വേണ്ടിയിട്ട്. എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ചാൾ ലീവാണ്. പനിയെല്ലാം ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം പനിയുടെ സീസൺ അല്ലേ, പനിയെല്ലാം ആയതുകൊണ്ട് ലീവാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ മാളൂന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു ബാഗാണ് കേട്ടോ. അവർ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, പിന്നെ മൈസൂർ ബാംഗ്ലൂർ. അപ്പോൾ മാളൂന് ഇടാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് ബാഗ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കിട്ടിയപ്പാടന്നെ വേഗം അത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. നോക്കിയിട്ട് സാധനം ഇല്ലേ അതോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് തന്നെ അപ്പുറത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ പെട്ടെന്ന് തന്നെ നോക്കുവാണ്. അപ്പോൾ ദേവൂട്ടിയുടെ നോക്കിയിരിക്കുന്നുണ്ട്.
അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പൊളിച്ച് നോക്കിയാലും നല്ല ബാഗ് തന്നെയായിരുന്നു. ഓൾ ഉദ്ദേശിച്ച അതേ സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ എന്താണ് മീഷോ എന്നാണ് ഓർഡർ ചെയ്തതിന്. നമ്മൾ സ്ഥിരം എല്ലാം മീഷോ തന്നെയാണ്. അപ്പോൾ മീഷോയിൽ നമ്മൾ കണ്ട അതേ സംഭവം തന്നെയാണ് കേട്ടോ നമ്മളെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഇതാ കണ്ട മറ്റേ പൊട്ടിക്കുന്ന സംഭവമാണ്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വേഗം അതിനടിയായി എനക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനത് കൊടുത്തു. ദേവൂട്ടിയോടും നന്ദൂട്ടിയോടും പറഞ്ഞ് നിങ്ങൾ പകുതിയാക്കി എടുത്തോന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ ഞാൻ പിന്നെ വേഗം അത് കവറെല്ലാം പൊളിച്ച് അതിൻ്റെ നമ്മളെ ബാഗിൻ്റെ ആ വള്ളിയില്ലേ അതെല്ലാം അതിൻ്റെ അകത്താണ് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ഞാൻ വേഗം ഇട്ട് സെറ്റാക്കി കൊടുത്തു. ഏച്ചി അനിയത്തിയും കൂടി ഇതാ ബാഗ് മാളൂനും കൊണ്ട് കൊടുക്കാൻ പോവാനേ. ഇപ്പുറത്തേ കൂടി എളുപ്പ വഴിയുണ്ട്, പക്ഷേ ഇതാ റോഡുമലേ കൂടി ചുറ്റിയിട്ടാണ് പോകുന്നത്. വേറെ ഒന്നല്ല, കോഴീനെ ഇളക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ അതിൽ പൂവനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അത് ചില സമയത്ത് ഇങ്ങനെ കൊത്താൻ വരും. അതുകൊണ്ട് കോഴിനെ പേടിച്ചിട്ട് ഇതാ രണ്ടാളും കൂടി ഇങ്ങനെ ചുറ്റി പോവാന്ന് കേട്ടാ. അങ്ങനെ ട്യൂഷനെല്ലാം കഴിഞ്ഞു. ദേവൂട്ടി ഇത് അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടാ. ദേവൂട്ടി തലയെല്ലാം പരവര മാന്തുക. ദേവൂട്ടിൻ്റെ മുടി മുറിക്കാൻ നല്ലോണം ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുപോയിട്ടാ മുറിക്കണ്ടേന്നാ. കുളിക്കണ്ടേ? കുളിക്കണം. ഇവന് കുളിക്കാൻ ഭയങ്കര മടിയാ. അല്ലേ ചെയ്യാൻ പോകുന്നു. ബാഗ് കൊണ്ട് കൊടുത്തു ചേച്ചിക്ക്. എന്നിട്ടോ ഇട്ടതിനാവൂലോ? ഇഷ്ടമായിട്ടില്ല ആണാറല്ലേ? എന്താ പറഞ്ഞ ചേച്ചി? ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മമ്മേനെ കണ്ടിനാ? ഉറങ്ങൂന്ന്. ഇപ്പൊ നീ കണ്ടിട്ട് വന്നല്ലേ? കുറച്ച് അമ്മ പോവാ. നമുക്ക് കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയുണ്ട് ചുണ്ടരിയെ. ദേവട്ടിക്ക് അമ്മമ്മേനെ കാണാൻ പോണം പോലും. അപ്പുറത്തെ അടുത്തമ്മേലെ അമ്മമ്മ വന്നിട്ടില്ലേ? അപ്പം അമ്മമ്മേനെ കാണാൻ പോവാലോ പറയാൻ ദേവട്ടി. ഇപ്പം അടുത്ത് വന്നതേ ഇല്ലു. കുട്ടികൾക്ക് അത് ഇച്ചിരി കൊണ്ടാക്കിയിട്ട് പോയതാണ്. അവൾക്ക് ഉറക്കം വരുന്നു. ഏട്ടനല്ല നിന്നെ കൊണ്ടാക്കിട്ട് പോയി. നീ എന്നെ വരും ഒറ്റക്ക്. നേരത്തെ കോഴിനെ പേടിച്ചിട്ട് ഇപ്പുറത്തേ ചുറ്റിപ്പോയ ടീമാണ് ചേച്ചി അനിയത്തി. ഇനിയിപ്പം കറി വെക്കണം. എന്നാ കറി വെക്കുക? രാത്രിക്കത്തേക്ക് കറി വെക്കണം, കുളിക്കണം. നമ്മളെ കുട്ടാപ്പി മാളും അവർക്ക് 8:30 കേട്ടോ അവരെ ഇവിടുന്ന് ബസ് വിടുവാന്ന് പറഞ്ഞത്. അന്നേരം ഇന്നലെ പറയുന്നത് ഒരു 7 മണിയെല്ലാം പോകണം എന്നാണ്. അപ്പം നേരത്തെ ദേവുവിൻ്റെ മുട്ടിനെ കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ ഭയങ്കര വേദനയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കൊണ്ടാക്കാൻ പോകണം. അവിടെ ഇല്ല. അല്ല, വല്യമ്മ ഏട്ടനെ ചേച്ചിനെയും കൊണ്ടാക്കാൻ പോകുന്നു. ഒറ്റക്ക? രാത്രിക്ക് എങ്ങനെ ഒറ്റക്ക് പോവാ? അപ്പം അവരെ യാത്രയേക്കാൻ പോകണം അല്ലേ? പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നമ്മളെ കൂട്ടൂല അവര്. അത് വലിയ കുട്ടികൾ പോകുന്ന ടൂറല്ലേ. അമ്മേനെ കൂട്ടൂല. ഏട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ കൂട്ടൂലു. അച്ഛൻ വന്നിട്ടതാ. പണി കഴിഞ്ഞ് പ്രതിയാടിന് എത്തിയിട്ടുണ്ട്. അച്ഛനെ കണ്ടുകൊണ്ട് ദേവ് പുറത്തേക്ക് പോയതാണ്. അതിന് മുന്നേ ദേവ് എന്നോട് അമ്മയെ നമുക്കും ടൂറിന് പോയാലോ, ഏട്ടനും ചേച്ചിയും പോകുമ്പം അമ്മേനെ കൂട്ടൂലേ അങ്ങനെയെല്ലാം എന്നിട്ടാ ചോദിക്കുന്നുണ്ടായിന്. അവർ പോകുന്നതെന്ന് പറയുമ്പോൾ ദേവുട്ടിക്കും ടൂറ് പോകണമെന്നൊരാഗ്രഹം. അങ്ങനെ പിന്നെ പോയിട്ട് ഇതാ അച്ഛനോടും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അപ്പം നന്ദു അപ്പുറത്ത് പോയിട്ട് വന്നിട്ടില്ല. കുളിയും ഒന്നും കഴിയാണ്ടാന്ന് പോയിട്ടുള്ളത്, പക്ഷേ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് നമ്മളെ ചീരക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയി. രാവിലെ പ്രതിയാടിന് ഒഴിക്കലുണ്ട്. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ഒഴിക്കും, ഇല്ലെങ്കിൽ പ്രതിയാടിന് ഒഴിക്കും.
ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറികൾ നടാനുണ്ട് അത്ര ഏട്ടാ. പിന്നെ ഈ ഒരു ഡിസംബർ സമയമാണ് പച്ചക്കറികൾ നടുന്ന സമയം. പക്ഷേ നമുക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടത് ഓർമ്മയുണ്ട്. നമ്മൾ ഈ മടപ്പരേൻ്റെ സൈഡിലാണ് നട്ടിട്ടുണ്ടായിന്. അപ്പം ആടീന് തെയ്യാവാനായതുകൊണ്ട് ഇപ്പം നമ്മൾ നടുന്നില്ല. തെയ്യെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നടാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിലേക്കൂടെ നടക്കാനും ആക്കാനും എന്തെങ്കിലും ചെയ്യണമെങ്കിലെല്ലാം വിഷമമായിരിക്കൂലേ. അതുകൊണ്ട് നമ്മൾ തെയ്യെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി പച്ചക്കറി നടുന്നല്ലോ. നമ്മളെ കുട്ടാപ്പി ഇതാ ടൂറിന് പോകാനെല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വൈകുന്നേരം കോഴീനെ കൂട്ടിക്കയറ്റാൻ നോക്കുക എന്നിട്ടാ. അപ്പം ഞാനിങ്ങനെ അവനോട് ചോദിക്കും, അന്നേരം ആ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ, എല്ലാം റെഡി ആയോ എന്നെല്ലാം ചോദിച്ചു. അന്നേരം ആ എല്ലാം റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ആ ഒരു ടൂറിന് പോകാൻ വേണ്ടിയിട്ടില്ലേ അവർ ആവേശത്തിലാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് രാത്രി ആയാൽ മതി എന്നില്ലേ ഒരു മൈൻഡായിരിക്കും അവർക്കും. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇതാ ഒന്ന് വളപ്പിലേക്കെല്ലാം നടക്കുവാന്ന്. പ്രതിയേട്ടൻ കുറച്ച് വാഴക്കന്ന്, നേന്ത്രവാഴേൻ്റെ കന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ അത് നമ്മളന്ന് ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ പ്രതിയേട്ടൻ കുഴിയെടുത്ത് തന്നു, ഞാനത് നട്ടിട്ടുണ്ടായിനി. അപ്പോഴേ ഞാൻ പറഞ്ഞിന് ഞാൻ നടുന്നില്ല, നന്നാവില്ല ഞാൻ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ എന്നോടൊന്നും കുഴപ്പമില്ല, നീ നട്ടോ നന്നാവും എന്ന് പറഞ്ഞിട്ട് 2 പ്രതിയേട്ടനെ കൊണ്ട് ഞാൻ നടിയിപ്പിച്ച്, ബാക്കി ഫുള്ള് ഞാൻ നട്ടിട്ടുണ്ടായിനെ. അപ്പോൾ അതിനിങ്ങനെ മുള വന്നിട്ടേ ഇല്ല, മുളച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു ഏണേ ഒന്ന് തേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് ഞാൻ നോക്കാൻ പോകുന്നതാണ്. ഇവിടെയെല്ലാം നട്ടിട്ടുണ്ട്, ഒരു 7-8 എണ്ണം വെച്ചിട്ടുണ്ടായിനി. പക്ഷേ ഇതാ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒന്നിന് മാത്രമേ ഒരു പച്ച കളർ ഇങ്ങനെ പൊടിച്ച് വന്നിട്ട് കണ്ടോ, ബാക്കി ഒന്നിനും ഒരനക്കവുമില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നന്നാവുമായിരിക്കും എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി നടുക. ഇപ്പോൾ അവിടെ ചക്കരക്കിഴങ്ങ് ഉണ്ടായിനെ. അപ്പോൾ നമ്മൾ ചക്കരക്കിഴങ്ങെല്ലാം കിളച്ചു, അതെല്ലാം നമ്മളാക്കി തിന്നു കേട്ടോ. കുറച്ച് കിട്ടിയിട്ടുണ്ടായിന്, ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് കിട്ടിയിട്ടുണ്ടായിന്. ദേവൂട്ടി എൻ്റെ വെയ്യെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ചെമ്മീൻ കറിയാണ്. ഇപ്പത്തെ കാമ്പ് വറവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ രാത്രിക്കത്തെ ഡിന്നർ റെഡിയായി. അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ സ്പെഷ്യലാണ് പിന്നെ എന്താണ് ഉണക്ക ചെമ്മീൻ കറി, കാമ്പ് വറവ്, പിന്നെ കുറച്ച് പച്ചടി ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ചമ്മന്തി ഉണ്ട് കേട്ടോ, ഉച്ചക്കത്തെ ചെമ്മീൻ ചമ്മന്തി. ഇതെല്ലാമാണ് ഇന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാനിതൊന്നല്ല കഴിക്കുക, ഞാൻ ചിലപ്പോൾ ഗോതമ്പ് ദോശ ചുട്ട് തിന്നും, ഇല്ലെങ്കിൽ ഗോതമ്പ് പിട്ട് തിന്നും, ഇല്ലെങ്കിൽ കക്കിരി, ഒരു കഷ്ണം കക്കിരി കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്താ കഴിക്കണ്ടേന്ന് തീരുമാനിച്ചില്ല. എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ ഒന്നും കഴിക്കുകയും ചെയ്യില്ല കേട്ടോ. വിശക്കുന്നൊന്നും ഇല്ലെങ്കിൽ ഒന്നും കഴിക്കൂല അങ്ങനെ. ഇപ്പോൾ എന്തായാലും എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയിട്ട് കുളിക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ കുട്ടാപ്പിക്കും വളവിനും പോകാനില്ല സമയമാവും കേട്ടോ. 7:45 പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും ഏട്ടത്തിയമ്മയും കൂടെ കൊണ്ടാക്കാൻ പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതാണ് നേരത്തെ ദേവ് ചോദിക്കുമ്പം ഞാൻ മുന്നിൽ പറയാത്തത്. ദേവു ഭയങ്കരമായിട്ട് കരഞ്ഞ് കുഴപ്പാക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി കൂട്ടിയാൽ ശരിയാവുമല്ലോ. ഒന്നാമത് നമുക്ക് കണ്ടത്തിലേക്ക് കൂടിയല്ലേ പോകേണ്ടത്. അപ്പോൾ രാത്രി ഒന്നും ഇതിലേക്ക് കൂടി കൂട്ടിയാൽ ശരിയാവുമല്ലോ. അപ്പം ഞാനും പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് കൊണ്ടാക്കാൻ പോകാൻ ഭയങ്കര ഒരാവേശം. അപ്പോൾ ഏട്ടത്തിയമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പ്രതിയാടനായാലും കൊണ്ടാക്കും അവരാ. പിന്നെ എനിക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഭയങ്കര ഒരു നമ്മളെല്ലാം പണ്ട് ടൂറിന് പോയാൽ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇവർ പിന്നെ ടൂറിന് പോകുന്നതെന്നെല്ലാം പറയുമ്പോഴേ, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ വീഡിയോ എടുക്കാമല്ലോ ഇവർ പോകുന്നത്. എടുക്കുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളെല്ലാം ഉണ്ടാവില്ലേ, എന്നാലും ചിലപ്പോൾ എനിക്ക് മടിയായിട്ട് ഞാൻ എടുക്കൊന്നുമില്ല. എന്നാലും ചിലപ്പം എടുക്കും, ചിലപ്പോൾ എടുക്കില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ദേവൂട്ടി അറിഞ്ഞ് ഭയങ്കര വാശി പിടിച്ചാൽ ചിലപ്പോൾ ഞാൻ പോവുകയും ചെയ്യില്ല കേട്ടോ. അന്നേരം ആരെങ്കിലും പാപ്പന്മാരാരെങ്കിലും പോവുമായിരിക്കും, പ്രതിയേട്ടനോ പ്രതീക്ഷേട്ടനോ ആരെങ്കിലും പോവുമായിരിക്കും. പ്രതീക്ഷേട്ടനും എത്തിയില്ല, അപ്പോഴത്തേക്ക് എത്തുമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വേഗം ഇടയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കുളിക്കട്ടെ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊന്ന് വായനശാലയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിനെ. പിന്നെ പിള്ളേർക്ക് 7:45 പോകണമെന്ന് പറഞ്ഞത്
8 മണി 8:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ വേഗം വായനശാലയിലേക്ക് വന്നു. കുറച്ച് ആൾക്കാർ ബുക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ബുക്കെല്ലാം കൊടുത്തു. പിന്നെ അപ്പം ഒരു കുട്ടി വായിച്ചിട്ട് ഇതാ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ബുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വായിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ബുക്കാണ്, പക്ഷേ വായിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും അവിടെ ഇരുന്നു, ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ബുക്ക് കുറച്ച് സമയം ഇരുന്ന് വായിച്ചു. അതിൻ്റെ ഇടയിൽ ബുക്ക് എടുക്കാൻ ആൾ വരുമ്പോൾ അവർക്ക് ഞാൻ ബുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വലിയ ബുക്കാണ്, എന്തായാലും അവിടെ ഇരുന്ന് അത് വായിച്ച് തീർക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ബുക്ക് വീട്ടിലേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ ടൈം ആവുന്നത് വരെ അവിടെ ഇരുന്നിട്ട് വേറൊരു ഏച്ചി ഉണ്ട്, ആ ഏച്ചി വരുന്നത് വരെ എനിക്ക് അവിടെ ഇരിക്കണ്ടു. അങ്ങനെ ആ ഏച്ചി വരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ബുക്ക് വായിച്ചു. പിന്നെ ഞാനത് വീട്ടിലേക്ക് എടുത്തിട്ട് പോയി കേട്ടോ, ബാക്കി വീട്ടിൽ നിന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. അല്ല ദേവുട്ടി കുളിച്ചിട്ടും ചൂടെടുക്കുന്നു, കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചൂടെടുക്കുന്നു. ദേവുട്ടി മേല് മാത്രം കുളിക്കുക ഇതിനേട്ടാ, തല കുളിച്ചിട്ടില്ല. ദേവു ചുമയായതുകൊണ്ട് തല കുളിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പം ദേവുട്ടിക്ക് എഴുതാനുണ്ടോ ദേവു? ഇനിയിപ്പം നന്ദുവിനെയും ദേവുവിനെയും കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കാനിരിക്കണം. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. പ്രതിയാട്ടം പുറത്തിരിക്കുന്നുണ്ട്, അമ്മമ്മ സീരിയൽ കാണുന്നുണ്ട്. അമ്മമ്മ ഇല്ലതുകൊണ്ട് ഇപ്പോൾ പ്രതിയാട്ടിന് TV കാണാൻ പറ്റുന്നില്ല കേട്ടോ. അമ്മമ്മ സീരിയൽ കാണും, അന്നേരം പിന്നെ പ്രതിയാട്ടിന് സിനിമ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അമ്മമ്മ പറയേ കണ്ടോയെന്ന് പറയും, പിന്നെ പ്രതിയാട്ടം പറയും വേണ്ട അമ്മമ്മ കണ്ടോയെന്ന് പറയും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിരുന്ന് പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ഫോണും നോക്കി അങ്ങനെ സിനിമയെല്ലാം കണ്ടിരുന്നോളും. അപ്പോൾ ഇനി എന്തായാലും ഞാനിവരെ പഠിപ്പിക്കട്ടെ. അതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ഫോണിൽ ചാർജില്ല, ഞാൻ കുത്തി വെച്ചിട്ടായില്ലത് ഇപ്പം. അപ്പോൾ ചാർജെല്ലാം കയറിയിട്ട് അപ്പോഴത്തേക്ക് ഇവരെ പഠിപ്പിച്ചിട്ട് വരാം. പിന്നെ നന്ദുവിന് നമ്മളിന്ന് പച്ചടി ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പി എഴുതിയിട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ, അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇനി പറഞ്ഞു കൊടുക്കണം. അപ്പം അത്രയേ ഇല്ല, ഇനി നേരക്ക് ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം എല്ലാവർക്കും ഫുഡിനാകുമ്പം കൊടുക്കണം. പിന്നെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അഥവാ ദേവുവിനെല്ലാം ഉറക്കലാണെങ്കിൽ അവരെന്നെ എടുത്ത് കഴിച്ചോളും. അങ്ങനെ വിളമ്പി കൊടുത്താലേ കഴിക്കൂലൊന്നുമില്ല, അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആവുമ്പോൾ എല്ലാവരും കഴിച്ചോളും. എന്തായാലും ഇനി പിന്നെ അവരെ പഠിപ്പിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ കുട്ടപ്പനും മാളുവിനെയും കൊണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അന്നേരം വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ രണ്ടാളെയും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പം നന്ദു അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് എന്തോ പഠിക്കുന്നുണ്ട്, പഠിത്തല്ല എന്തോ ബുക്ക് വായിക്കുക, എന്നിട്ട് എന്തോ സ്റ്റോറി ബുക്ക് എന്തോ വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേവൂട്ടിയോട് എനിക്കൊന്നും കൂടെ വായനശാലയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇപ്പോൾ ദേവൂട്ടിക്ക് അറിയാം എനിക്കിടക്ക് വായനശാലയിൽ പോകേണ്ടി വരും, അതുപോലെ ബുക്കും കൊണ്ട് പോകേണ്ടി വരും എന്നെല്ലാം അറിയുന്നത് കൊണ്ട് ദേവൂട്ടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഇത് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അമ്മമ്മയും കുട്ടാപ്പി ഇരുന്ന് വർത്താനം പറയുകയാണേ. ഇവർ പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായി. പിന്നെ എന്നാലും 8 മണി 8:30 എന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെയും ലേറ്റ് ആവുമല്ലോ എല്ലാവരും എത്താൻ. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും എത്തിയിട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് വെറുതെ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതാ പോകാൻ ഇറങ്ങി. പ്രതീക്ഷേട്ടനും വരുന്നുണ്ട് കേട്ടോ നമ്മളൊപ്പരം. പിന്നെ പ്രതിയാട്ടം വരാൻ കഴിഞ്ഞാൽ അപ്പാട് ദേവും നന്ദും എല്ലാം വരാൻ കഴിയും. അതുകൊണ്ട് അവരെ വീട്ടിലാക്കിയിട്ട് ഞാനും ഏട്ടത്തിമ്മയും പ്രതീക്ഷേട്ടനും കൂടിയാണ് ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിതാ കുരിട്ട് കണ്ടത്തിലേക്കൂടെ നടന്നു പോകുവാണ്. അപ്പോൾ ടോർച്ചുണ്ടപ്പോൾ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ സ്കൂളിലെത്തുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് സമയം നമ്മൾ റോഡിൽ നിന്ന് വെയിറ്റ് ചെയ്തു. എല്ലാവരും എത്തിയതിന് ശേഷമാണ് നമ്മൾ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. സ്കൂളിലെത്തിയ പിന്നെ മാഷന്മാരെല്ലാവരും കൂടെ പിന്നെ എല്ലാവരും കൂടെ ഇവർ 73 അതോ 90 ആമോ എനിക്ക് ഓർമ്മയില്ല, അത്രയും കുട്ടികളാണ് ഉണ്ടായിന്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ആക്കിയിട്ട് പിന്നെ 8 ഗ്രൂപ്പ് 9 ഗ്രൂപ്പ് അങ്ങനെ ആക്കിയിട്ട് അതിന് ഓരോ ഗ്രൂപ്പിനും ഓരോ ടീച്ചേഴ്സിനെയും കൊടുത്തു. 2 കുട്ടികളെ വീതം ലീഡേഴ്സും ആക്കി. അങ്ങനെയെല്ലാം തിരിച്ചിട്ടാകുമ്പോഴാണ് പിന്നെ ബസ്സിലേക്ക് കയറ്റി വിട്ടത്. അപ്പോൾ ഇതാ നമ്മളെ കുട്ടാപ്പി മാളു രണ്ടാളും 2 ബസ്സിൻ്റെ തന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് പോയ ബസ്സിൽ നമ്മളെ മാളു പോയിട്ടുണ്ട്, സെക്കൻഡ് ബസ്സിൽ നമ്മളെ കുട്ടാപ്പി ഉണ്ട് കേട്ടോ. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഫസ്റ്റ് ബസ്സിലാണെന്ന് തോന്നുന്നു കുട്ടാപ്പി പോയ, സെക്കൻഡ് ബസ്സിൽ നമ്മളെ മാളുവും പോയി. അങ്ങനെ അവരെ യാത്ര അയച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 10 മണി ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 10 മണി ആയിന് അവർ പോകുമ്പോൾ. 8:30 പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് പോയത് 10 മണിക്കാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത് അച്ഛനും മക്കളും എല്ലാം ഫുഡെല്ലാം കഴിച്ച് കിടന്നിട്ടുണ്ടായിനി, അമ്മമ്മയും കിടന്നിട്ടുണ്ടായിനി. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ദേവൂട്ടി ഇതാ അച്ഛനെന്തോ സിനിമ കണ്ട് കിടക്കുന്നത് നോക്കി കിടക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ.
പിന്നെ ഞാൻ വിചാരിച്ചു വേഗം എന്നാൽ പിന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടിലിൽ പോയി ഇരുന്നിനെ. എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ ഗുഡ് നൈറ്റ് എല്ലാം പറയാമെന്ന് വിചാരിച്ചിരുന്നേരാന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നേരത്തെ വായിച്ചു തുടങ്ങിയ ആ ബുക്കില്ലേ, അത് വായിക്കാനുണ്ടല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് പോയി ഹാളിലിരുന്നിട്ട് ഇതാ എൻ്റെ ബുക്ക് പിന്നെയും വായന തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വായിച്ച് തീർന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരുപാട് പേജുണ്ട്. പിന്നെ എനിക്ക് തീർക്കണം എന്നുണ്ടായി. എനിക്ക് പണ്ടേ ബുക്കൊന്ന് വായിച്ചു തുടങ്ങിയാൽ അത് ഒറ്റയടിക്ക് വായിച്ച് തീർക്കണം. പക്ഷെ കണ്ട ഇത്രയും പേജ് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 ദിവസം കൊണ്ടാണ് കേട്ടോ ഈ ബുക്ക്. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. എല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പറ്റുന്നത് പോലെ ഒപ്പിച്ചിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ തിരക്കും കാര്യങ്ങളും. തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ടൈമില്ല. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകേണ്ടത് കൊണ്ടില്ലേ തിരക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. പരമാവധി ഇനി വീഡിയോ ഇടാനുള്ള ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.